CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇതിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ അൻവർ ബേപ്പൂരിൽ മത്സരിക്കട്ടെ എന്ന ആലോചന UDF-ൽ കോൺഗ്രസിനകത്താണ് പ്രധാനമായും വരുന്നത്. മുൻപൊരു വെല്ലുവിളി നടത്തിയിട്ടുമുണ്ട് അൻവർ. ആ വെല്ലുവിളിക്കപ്പുറം അൻവർ ബേപ്പൂരിൽ മത്സരിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ എന്താണ്? എന്തായാലും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൻ്റെ പരിഗണനാ പട്ടികയിൽ എന്തായാലും അൻവർ ബേപ്പൂർ, ഇതാണ് അവരുടെ മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട കാരണം. സജിത്ത്, രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചുവടുമാറ്റത്തിന് പിന്നിലുള്ള സാഹചര്യം. നമുക്കറിയാം, അൻവർ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുപോലെയല്ല ഇപ്പോൾ കുറച്ച് മാസങ്ങളുടെ. അൻവർ ഒരു മോഡിഫൈഡ് മോഡിലാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളില്ല, UDF-ന്റെ വിമർശിക്കുന്ന നിലപാടുകളില്ല. വളരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് അവഗണന ഉണ്ടായിട്ട് അണികൾ പ്രകോപിതരായിട്ട് പോലും അൻവർ UDF-നെ പ്രകോപിപ്പിക്കുന്ന പോലെ വന്നിട്ടില്ല. വളരെ മോഡിഫൈ ആയിട്ടുള്ളൊരു അൻവറിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. അൻവറിന്റെ മുമ്പിൽ UDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവിടെ അൻവറിന് ഒരു സ്പേസ് കിട്ടണമെങ്കിൽ അൻവർ മത്സരിച്ചു വരുന്ന സാഹചര്യം അത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ജയന്റ് കില്ലർ ആവണം അൻവർ. അതിനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് ബേപ്പൂർ തന്നെ കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അൻവർ കഴിഞ്ഞ 2 വർഷമായിട്ട് നിരന്തരം വിമർശിക്കുന്ന, ഏറ്റവും അധികം വിമർശനങ്ങൾ നടത്തുന്ന നേതാവ് മുഹമ്മദ് റിയാസാണ്. മരുമോനിസം എന്ന പേരിൽ അൻവർ വലിയ തോതിൽ പരിഹസിക്കുന്നു, വിമർശിക്കുന്നു. മാത്രമല്ല, ടൂറിസം വകുപ്പിൻ്റെ അഴിമതികൾ അക്കമിട്ട് പുറത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയാൽ ബേപ്പൂരിൽ താൻ മത്സരിക്കുമെന്ന് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 28,000-ന് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയിട്ടുള്ള മണ്ഡലത്തിലെ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് UDF-ൽ അൻവറിന് നൽകുന്ന ഒരു മൈലേജ് വളരെ കൂടുതലായിരിക്കും, സ്ഥാനം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ജയന്റ് കില്ലറായിട്ട് അൻവർ വന്നാൽ മാത്രമേ അൻവറിന് ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ അൻവർ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അൻവർ അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അൻവർ UDF-ന്റെ അസോസിയേറ്റ് മെമ്പറായ ഉടനെ ഏറ്റവും വലിയ പ്രതികരണങ്ങൾ ആദ്യം വന്നത് ബേപ്പൂരിൽ നിന്നാണ്. ബേപ്പൂരിലേക്ക് സ്വാഗതം എന്ന്, അത് അൻവറിൻ്റെ ആളുകൾ ചെയ്താണെന്ന് പറയാം, അതല്ലെങ്കിൽ സാധാരണക്കാരാണെന്ന് പറയാം. ഏത് തരത്തിലാണെങ്കിലും തന്നെയും അവിടെ ഒരു ചർച്ചയ്ക്ക് അൻവറിൻ്റെ ഈ ഒരു വരവ് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, UDF-ലെ മറ്റാര് മത്സരിച്ചാൽ ഉണ്ടാക്കാതിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അൻവറിൻ്റെ കൂടെയുള്ളവരുടെ നിരീക്ഷണം. 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, ഏതൊരു തെരഞ്ഞെടുപ്പിലും അൻവറിന് സ്വന്തം നിലയിൽ 5 മുതൽ 10% വരെ വോട്ട് നേടാൻ സാധ്യതയുണ്ട്, കഴിവുണ്ട് എന്നവർ വിലയിരുത്തുന്നു. രണ്ടാമതായിട്ട്, ഭരണവിരുദ്ധ വികാരം. ഭരണവിരുദ്ധ വികാരത്തിൽ കൃത്യമായിട്ട് പറയുമ്പോൾ അത് മുഹമ്മദ് റിയാസിനെതിരെയുള്ള മത്സരമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് UDF-ന് അനുകൂലമാകുന്ന ഒരു ട്രെൻഡ് തീർക്കുന്നു. ഈ 2 ഘടകങ്ങളും ഒന്നിച്ച് വർക്കൗട്ടായാൽ ബേപ്പൂരിൽ അൻവറിന് വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു കണക്കൂട്ടലാണ് അൻവറിൻ്റെ ഒപ്പമുള്ളവർക്കുള്ളത്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കണക്കാണ് അവരെ സംബന്ധിച്ച്. 28,000 എന്നത് മറികടക്കാൻ കഴിയുന്നൊരു ഭൂരിപക്ഷമാണെന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കുമ്പോൾ, നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ സീറ്റിന് ഒരുപാട് പേരൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ വിജയിച്ച് കയറാൻ അത്ര എളുപ്പമല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അവിടെ മത്സരിക്കാവുന്ന വരുന്ന നേതാക്കളുടെ എല്ലാം പ്രൊഫൈലിനേക്കാൾ നല്ലൊരു പ്രൊഫൈലായിട്ട് അൻവറിനെ അവിടെ അവതരിപ്പിക്കാൻ UDF-ന് സാധിച്ചാൽ അവിടെ സ്വാഭാവികമായിട്ടും UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അൻവറിനും UDF-നും അനുകൂലമായിട്ട് വരുമെന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അട്ടിമറി ബേപ്പൂരിൽ സാധ്യമാകും എന്നൊരു വിലയിരുത്തലാണ് അൻവറിനൊപ്പമുള്ളവരുള്ളത്. പക്ഷേ അൻവറിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. കോൺഗ്രസ് എന്ത് പറയുന്നു, UDF എന്ത് പറയുന്നു, അതിനനുസരിച്ച് ചെയ്യാം. ബേപ്പൂരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ബേപ്പൂരിൽ മത്സരിക്കാം. അതൊരു അൻവർ ഒരു തരത്തിലും ഒരു പിടിവാശിക്കോ ഇന്ന കാര്യങ്ങൾ വേണമെന്ന ഒരു നിർബന്ധ ബുദ്ധിക്കോ ഇപ്പോൾ തയ്യാറാവാത്തതിൻ്റെ കാരണം അൻവർ ഒരു മോഡിഫൈഡ് രാഷ്ട്രീയം ഈ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതുവരെ തുടർന്നിരുന്ന, ഒപ്പം നിന്നവരെ പോലും വിമർശിച്ചിരുന്ന തരത്തിലുള്ള ഒരു അഗ്രസീവ്നെസ് അല്ല, മറിച്ച് മുന്നണിക്കുതകുന്ന തരത്തിൽ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വരുത്തി എന്നുള്ളതാണ്. ഇത് ബേപ്പൂരിൽ ഗുണം ചെയ്യുമെന്ന് അൻവറിനൊപ്പമുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ 2 കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, സ്വന്തം നിലയിൽ അൻവർ അവിടെ നേടാൻ സാധിക്കുന്ന 10% വോട്ടുകൾ, അതിനൊപ്പം ഭരണവിരുദ്ധ വികാരം, ഇത് രണ്ടും അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അട്ടിമറി സാധ്യമാകും. മാത്രമല്ല, അങ്ങനെ ഒരു വലിയ നേതാവിനെ അട്ടിമറിച്ച് വിജയം നേടിയാൽ മാത്രമേ അൻവറിനും UDF-ൽ സുരക്ഷിതമായ ഒരിടം നേടാനും സാധിക്കുകയുള്ളൂ. സജിത്ത്, അനുമോദ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ
അൻവറിന് ബേപ്പൂർ എന്ന ഒരു ആദ്യം നടത്തിയ വെല്ലുവിളി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ വരുന്നു. അതിനപ്പുറം മറ്റ് തവനൂർ അടക്കമുള്ള ചില പേരുകൾ കൂടി അൻവറിൻ്റെ പേരുമായി കൂട്ടി വായിക്കപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ തവനൂർ പോലെയുള്ള മണ്ഡലങ്ങൾ യഥാർത്ഥത്തിൽ അൻവറിനെ അനുവദിക്കുന്നതിൽ വലിയ തടസ്സങ്ങൾ UDF-നും കോൺഗ്രസിനും മുന്നിലുണ്ട്. കാരണം അവിടെ കോൺഗ്രസിൽ തന്നെ സീറ്റ് മോഹികളുടെ എണ്ണം നിരവധിയാണ്. അപ്പോൾ ബേപ്പൂർ മത്സരിച്ച് വിജയിച്ച് വരട്ടെ മുന്നണിയുടെ ഭാവമാവട്ടെ എന്ന ഒരു മുന്നണി തീരുമാനം കൂടിയാണോ യഥാർത്ഥത്തിൽ അൻവറിന് മുന്നിലുള്ളത്? അതുകൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും നേതൃത്വം എന്തു പറഞ്ഞോ, UDF നേതൃത്വം എന്തു പറഞ്ഞോ അതനുസരിക്കാം, ആ ലൈനിലേക്ക് പൂർണ്ണമായും അൻവർ വന്നു കഴിഞ്ഞു എന്നാണോ? തീർച്ചയായും അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കുക എന്നൊരു പിടിവാശിയില്ല എന്ന് തന്നെയാണ് അൻവറിന്റെ ഒപ്പമുള്ളവർ അല്ലെങ്കിൽ അൻവറിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അൻവറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തവനൂരിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തവനൂരിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഗുരുവായൂർ സീറ്റ് വെച്ച് മാറ്റം കോൺഗ്രസും ലീഗും ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തവനൂർ സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം തവനൂർ സീറ്റ് എല്ലാ തവണയും ചർച്ചയിൽ നിൽക്കുന്നത് ജലീലിനെ അട്ടിമറിക്കാനുള്ള അവിടുത്തെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുമറമ്പിൽ എന്ന സ്വതന്ത്രനെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിപ്പിച്ചവർ അവിടെ പരീക്ഷണം നടത്തിയതാണ്. ആ ഒരു സ്ട്രാറ്റജിക്ക് അടുത്ത ഘട്ടം എന്ന നിലയിൽ ലീഗിന്റെ സമ്മർദ്ദത്തിൽ PV അൻവറിനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും കോൺഗ്രസ് ആ സീറ്റ് നൽകുകയും ചെയ്താൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പോരാട്ടമായിരിക്കും. ജലീലാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ജലീലും അൻവറും തമ്മിലുണ്ടാവുക. അത് ഒരുപാട് തലങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അവിടെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലെ ഒരു പട തന്നെയാണ് തവനൂർ മണ്ഡലത്തിന് വേണ്ടി രംഗത്തുള്ളത്. നമ്മൾ ഇന്നലെ മറ്റൊരു വിഷയത്തിൽ ചർച്ച ചെയ്ത പോലെ മലപ്പുറം ജില്ലയിൽ ഒരു കോൺഗ്രസിന്റെ 4 സീറ്റുകളിൽ ഏകദേശം ഇനി അവശേഷിക്കുന്ന ചർച്ചകളിൽ നിലനിൽക്കുന്ന ഒരു ജനറൽ സ്ഥാനാർത്ഥിക്ക് ബാക്കിയുണ്ട് എന്ന് പൊതുവെ പറയപ്പെടുന്ന ഒരു സീറ്റ് തവനൂരാണ്. അങ്ങനെയുള്ള ഒരു തവനൂർ മറ്റൊരു കക്ഷിക്ക് വിട്ടുകൊടുക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അത്ര ചിന്തിക്കാവുന്ന കാര്യമാകുകയില്ല. അത് കോൺഗ്രസ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കും. പക്ഷേ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഈ അടുത്ത ഘട്ടങ്ങളിൽ ലീഗ് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുമോ എന്നൊക്കെ കണ്ടു പറയണം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ തവനൂരിനേക്കാൾ UDF-ന് സുരക്ഷിതം, കോൺഗ്രസിനും ലീഗിനും സുരക്ഷിതമായിട്ട് അൻവറിന് നൽകാൻ കഴിയുന്നത്, അതായത് അവർക്ക് ബാധ്യതയാകാത്ത രീതിയിൽ നൽകാൻ കഴിയുന്ന ഒരു സീറ്റ് ബേപ്പൂർ തന്നെയാണെന്ന് വേണം വിലയിരുത്താൻ. കാരണം കാലങ്ങളായിട്ട് UDF-ന് കിട്ടാത്തൊരു സീറ്റ്, അതുമാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സീറ്റ്. അവിടെ ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ ആര് മത്സരിച്ചാലും വിജയിക്കുമെന്ന് അത്ര എളുപ്പത്തിൽ കണ്ണടച്ച് പറയാൻ കഴിയുന്നതല്ല UDF-ൽ നിന്ന്. അവിടെയാണ് ഒരു പൊരുതി നേടി വരട്ടെ, ജയിച്ച് കഴിവ് തെളിയിക്കട്ടെ എന്നൊരു വെല്ലുവിളി പോലെ ബേപ്പൂർ അൻവറിന് നൽകിയാൽ സ്വാഭാവികമായിട്ടും അതിന് സാധ്യതകൾ ഏറെയുണ്ട്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും അത് കുറെ കൂടി നൽകാൻ കഴിയുന്ന ഒരു മികച്ച അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഫോർമുല തന്നെയായിരിക്കും അൻവറിന്റെ വിഷയത്തിൽ. അതാണ് സാഹചര്യം. എന്തായാലും PV അൻവർ എവിടെ മത്സരിക്കുമെന്ന ചോദ്യത്തിന് ബേപ്പൂർ എന്ന ഉത്തരമാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്നത്. വളരെ നന്ദി അനുമോദ്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സംഭവിക്കുന്നത്. ബേപ്പൂരിൽ അതിശ്രദ്ധേയമായ പോരിന് കളമൊരുങ്ങുകയാണ്. അവിടെ മുഹമ്മദ് റിയാസിനെ നേരിടാൻ PV അൻവർ തന്നെ കളത്തിലിറങ്ങുന്നു എന്നതാണ് നിലവിൽ വരുന്ന സൂചനകൾ. അൻവർ റിയാസ് പോരിന് കളമൊരുങ്ങുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ പോരിന്